നമ്മളിങ്ങനെ രാവിലെ എഴുന്നേറ്റ് കഷ്ടപ്പെട്ട് ജോലിക്കൊക്കെ വന്നതിന് ശേഷം ഇങ്ങനെ കുറച്ചൊരു ബ്രേക്ക് കിട്ടുമ്പോൾ ഉള്ള ഒരു റിലാക്സ് ചെയ്യുവാണ്. പക്ഷേ ഒരു ചായ കുടിക്കാൻ പോകാനായിട്ട് സമയമില്ല, 3rd അവർ ഉള്ളത് കൊണ്ട്. സാറ് കേൾക്കണ്ട, സാറ് പറയും നമ്മളെവിടെ പ്രാക്ടിക്കലാണല്ലേ, അതുകൊണ്ട് ഞങ്ങൾക്ക് 3rd അവർ ഉണ്ട്, അറ്റൻഡ് ചെയ്യുവാണ്. പക്ഷേ 3rd അവർ ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ മീറ്റ് ചെയ്യും. 3rd അവർ ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ ചായ കുടിക്കാൻ പറ്റുന്നെങ്കിൽ അവിടെ പോയിട്ട് നമ്മളൊരു പഴംപൊരിയും കഴിക്കും. നമ്മളൊരു വ്ളോഗ്, ചായയും പഴംപൊരിയും കഴിക്കുന്നതിന്റെ വ്ളോഗ്, നമ്മുടെ അല്ലെങ്കിൽ ഡ്യൂട്ടിക്കിടയിലെ റിലാക്സേഷൻസ്. വെയിറ്റ് ചെയ്യുന്നുണ്ട്. ബെല്ലടിക്കാറായോ? ഇല്ല, 35 ഇനിയിപ്പം ഇനി കുറച്ച് പേര് വരും, സ്റ്റുഡൻസ്. നമ്മൾ ക്യാൻറ്റീനിൽ പോയി 5 മിനിറ്റ് ലേറ്റായി, 2 മിനിറ്റ് ചൂടായിരുന്നു, ചായ ചൂടായിരുന്നു, ഭയങ്കര തിരക്കായിരുന്നു. അത് ഞാൻ പറഞ്ഞിട്ടാണ് വിട്ടത്. അപ്പോൾ അഹങ്കാരിയായി ജിഷ മിസ് എന്ത് ചെയ്യും, പിള്ളേരെ പിടിച്ച് പുറത്ത് നിർത്തും, അറ്റൻഡൻസ് കൊടുക്കില്ല. പക്ഷെ ഞാൻ കയറ്റും പാവം പിള്ളേരുടെ. നമ്മളത് മനസ്സിലാക്കണമല്ലോ, ചൂട് ചായ മറ്റേ പൈസ കൊടുത്തിട്ട് ഇതെല്ലാം ഇവരും കാണുന്നുണ്ടെന്ന് അറിയാം. എന്നാൽ പോലും പിന്നെ എന്താണ് നമ്മൾ ഇന്ന് ഒരാള് സാരി ഒരാള് ചുരിദാർ. അതെ, ഇതൊന്നും ഒരാള് സാരി, ഒരാള് എന്താണ് അതിന്റെ കഥ പറയും. അവിടെ മഴ ഉണ്ടായിരുന്നു. ഇന്നലെ നമുക്കിവിടെ സാരി, നമുക്കിവിടെ ഡ്രസ് കോഡ് വന്നിട്ട് സാരിയാണ്. അപ്പം നമ്മളിങ്ങനെ ഭയങ്കര മഴ, ഇന്നലെ വരെ ഇവിടെ ഭയങ്കര മഴയായിരുന്നു. അപ്പം നമ്മളിങ്ങനെ ഒരു സാറിനോട് റിക്വസ്റ്റ് ലെറ്ററൊക്കെ, പെർമിഷൻ വെറുതെ ചോദിച്ചില്ല, റിട്ടേൺ ആയിട്ട് ചോദിച്ചു. ഒരു റിക്വസ്റ്റ് ലെറ്ററൊക്കെ ഇങ്ങനെ എഴുതി കൊടുത്തിട്ട്, സാർ പ്ലീസ് സാർ മഴ സാർ. സാർ ആ പേപ്പർ സൈൻ ചെയ്ത് അപ്രൂവൽ തന്ന ശേഷം ഇതുവരെ മഴ പെയ്തിട്ടില്ല, നല്ല വെയിൽ. പക്ഷെ എൻ്റെ കയ്യിൽ പേപ്പർ ഉണ്ട്, സാർ സൈൻ ചെയ്ത്. പിന്നെ അതുപോലെ അവസരം മുതലാക്കാത്ത ഒരാൾ ദേ സാരി ഉടുത്തിരിക്കുന്നു. അത്രയ്ക്ക് ബോധമാണ് ഗൈസ്, അത്രയ്ക്ക് ബോധമാണ്. അപ്പൊ ബെല്ലടിച്ചു. ബൈ ബൈ.